വെകിളി പിടിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ഇറക്കുന്ന ചില വീഡിയോസാണ്. അത് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഒരു പ്രൊട്ടക്ടറാണ്, രക്ഷകനാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിതന്മാരുള്ളത് മുസ്ലിം സമുദായത്തിലാണ്, ക്രിസ്ത്യൻ സമുദായത്തിലാണ്. ഞാൻ ഇപ്പൊ പോകുന്നത് മുഴുവൻ അവരുടെ അടുത്താണ്. അവർക്ക് ചില സംശയങ്ങളുണ്ട്, അവർക്ക് ചില ഭയങ്ങളുണ്ട്. അത് ഞാൻ മാറ്റിയെടുത്തു. ഞാൻ പറഞ്ഞു, ഇത് ലാസ്റ്റ്. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച അദ്ദേഹം പറഞ്ഞു, ഇത് ലാസ്റ്റ് ബസ്സാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതിന്റെ ഈ അവസ്ഥ നിങ്ങൾക്കുള്ള ഏറ്റവും ലാസ്റ്റ് ബസ്സാണ്. കാരണം BJP ജയിക്കേണ്ടത് BJPയുടെ ആവശ്യമല്ല. BJP അധികാരത്തിൽ വരാൻ വേണ്ടി കേരളത്തിലെ 20 സീറ്റിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. BJP 400 ചില്ലാൻ വോട്ടുകൾ, 400 ചില്ലർ സീറ്റുകൾ ഉറപ്പാക്കി വെച്ചിരിക്കുകയാണ്. അത് എല്ലാ സർവേകളിലും ഏറ്റവും റീസെന്റ് വന്നതും എസ്ട്രോളജിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എസ്ട്രോളജിക്കലായിട്ടും ഒക്കെ നമ്മൾ കൺഫേം ചെയ്ത സത്യങ്ങളാണ്. അപ്പോ നമുക്കാവശ്യം ഈ BJPയെ ജയിക്കേണ്ടത്, BJPയെ സ്ഥാനാർത്ഥികളിൽ നിന്ന് ജയിപ്പിച്ച് MP മാരാക്കി ഡൽഹിക്ക് അയക്കേണ്ടത് ചുമതല, ഉത്തരവാദിത്വം നമ്മുടേതാണ്, നമ്മുടെ മലയാളികൾക്കാണ്. അത് നിങ്ങൾ ഓരോരുത്തരും വോട്ടിലേക്ക് പോകുമ്പോൾ, വോട്ടും ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത്, ഞാൻ ഇന്ന് ചെയ്യുന്ന വോട്ട് ഒരു തെറ്റായ വോട്ടാണെങ്കിൽ അത് ബാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിനാണ്, നിങ്ങളുടെ ഭാവി കുട്ടികളുടെ ജീവിതത്തെയാണ് ബാധിക്കുന്നത്. അതിന് പ്രത്യേകം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അത് സുരേഷ് ഗോപിയുടെ അറിവിലേക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ അറിവിലേക്കും ഇതിന്റെ ഭാരവാഹികളുടെ അധികാരത്തിലേക്കും ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ അറിവിലേക്കുമായിട്ട് പറയാൻ കാരണം വെച്ചാൽ, ഇവിടെ ഏറ്റവും വലിയ നമ്മുടെ പ്രശ്നം കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഇല്ലീഗൽ ഡ്രഗ് ട്രേഡാണ്. എല്ലാ മാതാപിതാക്കളും ഈ മക്കളെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ വലിയ വയറ്റിൽ തീയായി കാത്തിരിക്കുകയാണ്. ഇവരെവിടെ പോകുന്നു, എന്ത് പോകുന്നു. അപ്പൊ എല്ലാവരിലും ഇപ്പൊ ഏത് പെട്ടിക്കടയിൽ ചെന്നാലും ഈ നർക്കോട്ടിക് ഡ്രഗ്സ്, അതാണ് പോലീസിന്റെ റിപ്പോർട്ട്. 1971 ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു, ദി മോസ്റ്റ് ഡേഞ്ചറസ് എനിമി ഓഫ് ദി വേൾഡ് ഈസ് ഡ്രഗ് മാഫിയ, ഇല്ലീഗൽ ഡ്രഗ് നർക്കോട്ടിക് മാഫിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനം അതിനകത്ത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഗവൺമെന്റ് തലത്തിൽ ഒരുപാട് മെഷേഴ്സ് ഉണ്ടെങ്കിലും ഇവിടെ ജുഡീഷ്യറി ഇപ്പോഴും CRPC ഇവിടെ കാര്യങ്ങളിലെ മാത്രം ശ്രദ്ധിക്കുകയാണ്. CRPC മാത്രം പോരെ ഇതിന്. അത് ഇന്ന് നർക്കോട്ടിക് ഡ്രഗിന്റെ കേസിന്റെ വിചാരണയിൽ വരുമ്പോഴൊക്കെ ഇന്നത്തെ ജുഡീഷ്യറി നോക്കുന്നത് CRPC മാത്രമാണ്. അതിനകത്ത് ഇതിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു സെക്ഷനില്ല, പണിഷ്മെന്റിന് ആവശ്യമുള്ള ഇതില്ല. എല്ലാവരും ചോദിക്കുന്ന എല്ലാ മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരും ഒരേ നോട്ടത്തിൽ കാണുന്നത് ഇതിനകത്ത് ഒരു വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ലോ നമുക്ക് ഇല്ലാണ്ടായിരിക്കുന്നു. അതിന് ഈ നർക്കോട്ടിക് ഡ്രഗ് ആക്ട് എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഉണ്ട്, ഒരു സെക്ഷൻ ഉണ്ടെങ്കിലും അത് പ്രാവർത്തികമായിട്ടില്ല. എന്റെ അടുത്ത് വലിയ നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പറഞ്ഞത് 95 ഇന്ത്യയില്, എസ്പെഷ്യലി കേരളത്തില് 95% കേസുകൾ, നർക്കോട്ടിക് കേസുകൾ മുഴുവനും തള്ളിപ്പോവുകയാണ്. അപ്പൊ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. BJP ജയിച്ച് ഞങ്ങളെ സെൻട്രലിലേക്ക് അയക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഈ ഡ്രഗ് മാഫിയയുടെ അടിവേര അറുത്തുകൊണ്ട് ഇവിടുത്തെ മാതാപിതാക്കളുടെ ഞങ്ങൾ മാറ്റും. മാതാപിതാക്കളുടെ വേദനകൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ ആകാംക്ഷകൾ, അവരുടെ ഭയത്തെ ഞങ്ങൾ മാറ്റിയെടുക്കുന്നുവെന്ന് സുരേഷ് ഗോപി പോലെയുള്ള ആൾക്കാരുടെ വായിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ള ഒരു കാര്യം പറയാണ് ഞാൻ.